പപ്പ എന്തിയെ? അതെ, വരാനായിട്ട് ഇറങ്ങി ഒരുങ്ങിയതാ. അപ്പോഴാ മൈസൂരിൽ നിന്ന് 3-4 സ്നേഹിതന്മാര് വന്നു വിട്ടത്. പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കൂടി. അപ്പം വീട്ടിൽ ചെല്ലുമ്പോ പപ്പ അവിടെ ഉണ്ടാവും. പോയി പറഞ്ഞേക്ക് ഞാൻ വരുന്നില്ലെന്ന്. കുട്ടി പറയണത് കേൾക്കൂ. നിക്കൂ. കുട്ടി അവിടെ നിക്കൂ, ഞാൻ പറയണത് കേൾക്കൂ. അലവലാതി. ഇനിയിപ്പോ ഇവിടുന്ന് ചുരുട്ടിക്കെട്ടിക്കൊണ്ട് പോകാനാ ബുദ്ധിമുട്ട്. എന്താ അപ്പു? എന്താ കാര്യം? കാര്യം പറ അപ്പു. എന്നെ കൂട്ടിട്ട് പോവാൻ പപ്പ വന്നില്ല. എന്തേ കുട്ടിയുടെ പപ്പ വന്നില്ല? ഞാൻ എഴുതിയിരുന്നാണല്ലോ ഇപ്രാവശ്യം കൂട്ടിയിട്ട് പോകാൻ തീർച്ചയായും വരണമെന്ന്. വല്ലപ്പോഴോ വരുന്നില്ല. ഇങ്ങനെയുള്ള നീണ്ട അവധിക്ക് പോകുമ്പോഴെങ്കിലും വിളിച്ചോണ്ട് പോവാൻ വന്നൂടെ? എന്റെ പൊന്നു ടീച്ചറെ, കഥ അറിയാതെ ആട്ടം കാണല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് മടക്കി കെട്ടിക്കൊണ്ടുതാ. ഞങ്ങൾ ആ വണ്ടി വരെ ഒന്ന് കൊണ്ടുപോട്ടെ. സാരമില്ല അപ്പു. അപ്പു ചെല്ല്. ഞാൻ പറഞ്ഞോളാം ഹെഡ്മാസ്റ്ററോട്. കരയണ്ട. അപ്പു ചെല്ല്. വാ, നമുക്ക് പോവാം. പപ്പ ഈ അവധിക്ക് പപ്പ അപ്പൂസിനെ എങ്ങോണ്ടൊക്കെ കൊണ്ടുപോകാൻ പോവാ. ഷുവർ. എവിടൊക്കെ? അതൊക്കെ കണ്ടോ. ഐസ്ക്രീം കുടിക്കാൻ കൊണ്ടുപോവോ? അതൊക്കെ നിസ്സാരമല്ലേ. അതിപ്പോ ദിവസം പോവാലോ. എന്നാ ഹോഴ്സ് റൈഡിങ് കൊണ്ടുപോവോ? പിന്നെന്താ, വേണ്ടി വന്നാൽ ഒരു കുതിരയെ തന്നെ വാങ്ങിയേക്കാം. എന്താ പണിക്കരേ? അതെ. പിന്നെ കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ? അതിപ്പോ നാളെ മുതൽ പഠിക്കാലോ. ഈ വെക്കേഷൻ കഴിയുമ്പം അപ്പു ഈ കാർ ഓടിച്ചായിരിക്കും സ്കൂളിൽ പോവാ. ഓണടിക്കണം കേട്ടോ, ഓണടിക്കണം. അല്ല, അപ്പുകുട്ടൻ ഇങ്ങ എത്തിയോ? കാലത്ത് മുതല് കാറ് വരുന്നോന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എന്നെ ആരാ കൂട്ടിട്ട് വന്നേന്ന് അറിയോ അമ്മണി ചേച്ചിക്ക്? ആരാ? പപ്പ. ആ, ഈ അവധിക്ക് എന്നെ എങ്ങാണ്ടൊക്കെയോ കൂട്ടിട്ട് പോന്ന് പറഞ്ഞിരിക്കയാ പപ്പ. അതെയോ? നന്നായി. ഞാൻ പിന്നെ ചേച്ചി ഒന്ന് മാറി, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. പപ്പ എവിടെ പോവാ? ഓഫീസിലേക്ക്. എന്താ? പപ്പ എന്തേനൊരു സിനിമയ്ക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് 6 മണിക്കല്ലേ. അപ്പു റെഡി ആയിരുന്നോ? ഞാൻ എത്തിയേക്കാം. താങ്ക് യു. വെൽക്കം.
പണിക്കരേട്ടാ ഇത്? കുട്ടികളെ കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? കലാവാസന ഇത്രയല്ലേ ഉള്ളൂ. വേണ്ട, ഉരിയണ്ട. ആ കെട്ടി രണ്ടും കൂടെ അടുക്കളയിലേക്ക് കൊണ്ടുപോകട്ടെ. പണിക്കരമ്മാവ, എന്തോ ഇതൊക്കെ? അപ്പൊ ഇളമീലാലിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ഇന്ന് രാത്രി വെളുക്കോളം ഇവിടെ എന്താ നടക്കാൻ പോണത്? പൂരമല്ലേ? പാർട്ടിയും പാർട്ടിയുടെ പുറത്ത് പാർട്ടിയും. അപ്പൊ പപ്പ എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞതോ? സിനിമ ഇവിടെ ഇന്ന് ആനയെക്കൊണ്ട് അറുത്ത് ആറാട്ട് നടത്താൻ പോകുമ്പോഴേ സിനിമ. നല്ല ഉഗ്രം സാധനം അകത്തേക്ക് പോയിക്കണത്. വേണമെങ്കിൽ പോയി ആരും കാണാതെ പൊട്ടിച്ച് ഒരു 50 അടിച്ച് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. അതാ നല്ലത്. സിനിമേ കഷ്ടമൊന്നല്ലാതെ എന്താ പറയുക? സ്കൂൾ അടച്ചിങ്ങി എത്തിയേ ഉള്ളൂ. അതിന് ഓരോന്ന് പറഞ്ഞ് ആശിപ്പിക്കുക. തള്ളിയുള്ളതായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. വേണ്ട. എന്താ അപ്പുമോനെ, എന്താ ഈ കാട്ടിയേ? എന്താ എന്ത് പറ്റി? സാധനം എടുത്തു വെച്ച ഗ്ലാസുകളായിരുന്നു. അത് കയ്യിലെടുത്ത ഒരൊറ്റ എറി. വന്നേ അന്ന് തന്നെ തുടങ്ങിയല്ലോ നിന്റെ വികൃതികള്. എന്താ അപ്പു, എന്താ നീ ഇങ്ങനെ? എന്താ നീ ഇങ്ങനെയെന്ന്? പപ്പയോ മറന്ന് എന്നെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട്. ശരിയാ ശരിയാ, ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തേ പണിക്കരെ ആരും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ? എന്തേ ബാലൂട്ടൻ പോയോ? ബാലൂട്ടാ, ബാലൂട്ടാ, ബാലൂട്ടാ. ദേ നോക്കിയേ, ഇന്ന് അപ്പുന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. വൈകിട്ട് 6 മണിക്ക് എത്തിയേക്കണം. നീ റെഡി ആയിട്ട് വന്നോ, ഞാൻ എത്തിക്കോളാം. ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ മറക്കരുത് കേട്ടോ. എന്റെ അപ്പൂസിന്റെ കാര്യമില്ല, ഞാൻ മറക്കുവോ? എന്നാ പറഞ്ഞേ, എത്ര മണി എന്നാ പറഞ്ഞേ? 6 മണി. 6 മണി എന്നാ പറഞ്ഞത്? 7 മണി. 7 മണിയാ? എത്ര മണിക്കാ ഒന്ന് പറ. 6 മണി. ശരി, 6 മണി. ഓക്കെ. ഞാൻ കാത്തിരിക്കട്ടോ. മോനെ കരയ്ക്കലേ. എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി.
Hi, cheers. ആമേ ആംസ് ആമേ യ്യോ. ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നില്ലേ 6 മണിക്ക്? ഒടുക്കത്ത മറവിയ. നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു? അറിയാമല്ലോ ഞാനൊരു മറവിക്കാരനാണെന്ന്. വാ, ഡിസ്പെൻസറി പോ. ഇപ്പൊ പൂട്ടി കാണത്തില്ല. 9 മണിയായിട്ടുള്ളൂ. വാ. ബാലുട്ടാ, ഒന്നിങ്ങ് വന്നേ. ഇവിടം കല്ലിച്ചോന്നൊന്ന് നോക്കിയേ. കുത്തിവെച്ചായിരുന്നല്ലേ? സോറി. എന്നാൽ ഇതൊരു വല്ലാത്ത മറവി എന്റെ ബാലുട്ടാ. ഇന്നും തീർന്നില്ല മാമേ ആ നശിച്ച മറവി. നീ ഉണ്ടായിരുന്നപ്പോ